നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സച്ചി തന്റെ തീരുമാനം പറയുന്നുണ്ട്. അച്ഛന്റെ പണം ഉപയോഗിച്ചിട്ടാണ് ആ ഷോപ്പ് വാങ്ങിയിരിക്കുന്ന ശ്രുതി. അപ്പൊ ഇനി അതിന് ആ കസാരിൽ ഇരിക്കാനായിട്ട്, മാനേജർ കസാരിൽ ഇരിക്കാനായിട്ട് എന്തുകൊണ്ട് യോഗ്യന് അച്ഛനാന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതിക്ക് ഒട്ടും സഹിച്ചില്ല. ഒടുവില് രവീന്ദ്രൻ സമ്മതിച്ചു. എന്താന്ന് വെച്ചാ ആട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഇനി ഇതിന്റെ പേര് വേണ്ട. അല്ലെങ്കിലും തന്റെ പണം ഉപയോഗിച്ചിട്ടല്ലേ അവനിത് വാങ്ങിയിരിക്കുന്നേ. ശ്രുതിയും കൂടെ ഭയങ്കര സങ്കടത്തോടു കൂടി മുറി വന്നിരിക്കുകയാണ്. കണ്ണും നോക്കിയിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും, പെട്ടുപോയില്ലേ. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, എന്നാലും ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ശ്രുതി കണ്ടില്ലേ, ആ സച്ചി എല്ലാത്തിനും കാരണം അവനാണ്. പ്രശ്നങ്ങളൊക്കെ ഒരുവിധം സോൾവ് ആയിട്ടൊന്ന് വന്നായിരുന്നു. അപ്പോഴാണ് അടുത്ത പ്രശ്നം ഉണ്ടായത്. അല്ല, നീ എന്തേലും ഒന്ന് പറ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ശ്രുതി അങ്ങ് ചാടി എഴുന്നേറ്റു. ഞാൻ എന്ത് പറയാനായിട്ടാ? നിങ്ങളുടെ അമ്മയെ പട്ടിയെ തല്ലുന്ന പോലെ എന്നെ ഇട്ട് തല്ലിക്കഴിഞ്ഞപ്പോ നിങ്ങൾ അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നില്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാ ഞാൻ ആ തല്ലെല്ലാം വാങ്ങിയത്. നിങ്ങൾ പാർക്കിൽ പോയി കിടന്നുറങ്ങി തേരാപാരം നടക്കുമായിരുന്നല്ലോ, ജോലിയും കൂലിയും ഇല്ലാതെ. അപ്പൊ എന്തേലും ഒന്ന് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നീലിമയുടെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങി ഞാൻ ഒരു ഷോപ്പ് ഇട്ട് തന്നേ. അപ്പൊ നിങ്ങൾക്ക് അഹങ്കാരമല്ലേ? അയ്യോ ശ്രുതി, നീ എന്തൊക്കെയാ പറയണേ? ഇങ്ങനൊന്നും പറയല്. ഞാൻ നിന്റെ ഭർത്താവല്ലേന്ന് ചോദിച്ചു. ഭർത്താവ്? എവിടുത്തെ ഭർത്താവ്? ഭാര്യയെ തല്ലുന്ന കണ്ട് നോക്കി നിൽക്കുന്ന ഭർത്താവ്. നിങ്ങളൊരു ഭർത്താവാണോ? അമ്മ എന്ത് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കും. അമ്മ മുള്ളണ്ടെന്ന് പറഞ്ഞാൽ മുള്ളണ്ട, ഇരിക്കണ്ടെന്ന് പറഞ്ഞാൽ ഇരിക്കണ്ട. അങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആകെപ്പാടെ വിഷമത്തോടു കൂടി ശ്രുതി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അത് പിന്നെ അമ്മ പറഞ്ഞ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റാത്തോണ്ടല്ലേ. ദേ മിണ്ടരുത് നിങ്ങള്. അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല പോലും. നാണമുണ്ടോ? ഒന്നുമല്ലെങ്കിലും ഇത്ര വലിപ്പമില്ലേ, കടാമുട്ടം പോലെ വളർന്നു വന്നിരിക്കുക. എന്നിട്ടോ തലയ്ക്കകത്തൊരു 10 പൈസയുടെ വിവരവും ബോധമില്ല. ഇത്രയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊപ്പം നിന്നേനം. എനിക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ എന്നെ തല്ലുന്ന കണ്ടപ്പോ അതിനിടയ്ക്കേക്ക് കയറി വന്നിട്ട് ശ്രുതിയെ തല്ലല്ലെന്നൊക്കെ തടസ്സം പിടിച്ചാനാ. അത് ചെയ്തോന്ന് ചോദിച്ചു. ശ്രുതി പറഞ്ഞു, അത് പിന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടല്ലേ. വേണ്ട, കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ശ്രുതി, അതല്ല, ഇനിയിപ്പോ ഷോപ്പിന്റെ കാര്യത്തില് ഷോപ്പ് ചിലപ്പോൾ പോകുമായിരിക്കും. സച്ചി പറഞ്ഞിരിക്കുന്ന എന്താ, അച്ഛനാ കട ഏറ്റെടുക്കട്ടെ എന്നല്ലേ പറഞ്ഞേ. അപ്പൊ പിന്നെ നമ്മൾ ആരാവും, എന്താവും, ഒന്നും ഇല്ലാതായി തീരത്തില്ലേന്ന് ചോദിച്ചു. ആട്ടെ, എനിക്കെന്താ പ്രശ്നം? ഞാനെന്തിനാ ഇത്ര റിസ്ക് എടുക്കണേ? ഞാൻ ഇനി ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നില്ല. അല്ലെങ്കിൽ ശരി, ഇതിന്റെ ആവശ്യം എനിക്കെന്താ? അവസാനം തല്ല് മൊത്തം എനിക്കും. ശ്രുതി വലിയ ആളായിട്ട് ഇരിക്കുകയും ചെയ്യും. ശ്രുതിക്കല്ലേലും ശ്രുതിയുടെ അമ്മയാണല്ലോ പ്രിയം. മറ്റുള്ളവരെ കാണത്തില്ലോ. സ്വന്തം ഭാര്യയെ പോലും ശ്രുതിക്ക് മതിപ്പില്ല എന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, ഇങ്ങനൊന്നും പറയരുത് ശ്രുതി, ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാ ഞാൻ അമ്മ പറയുന്നതൊക്കെ അനുസരിച്ച് തന്നെ, അല്ലാതെ നിന്നോടുള്ള ഇഷ്ടക്കുറവുണ്ടോന്നും അല്ലാന്ന് പറഞ്ഞു. ഇഷ്ടക്കുറവുണ്ടല്ലെന്ന് പോലും സച്ചിൻ രേവതിയൊക്കെ സന്തോഷിക്കുന്ന കണ്ടോ? നമ്മുടെ കയ്യിൽ നിന്ന് ഷോപ്പ് പോകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. സച്ചിൻ മനഃപൂർവ്വമാണത് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. എങ്ങനെയെങ്കിലും നമ്മൾ തകർത്ത് തരിപ്പണായി പോണം. നമ്മുടെ ഷോപ്പൊക്കെ പോയി നമ്മൾ തെണ്ടി തിരിഞ്ഞടക്കണം. ശ്രുതിയോടുള്ള വാശിയും വൈരാഗ്യം കാരണം സച്ചിക്ക്. അതുകൊണ്ട് ശ്രുതി, ഒരു കാര്യം ഞാൻ പറയാം. ഷോപ്പ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്കൊരിക്കലും ഇത്ര നല്ലൊരു ഷോപ്പ് ഈ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് എങ്ങനെയാലും പോകാതെ നോക്കിക്കോളാനൊക്കെ പറഞ്ഞ് ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. ശ്രുതി ആകെപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യാൻ പറ്റും? ഈ സമയത്ത് സച്ചിയെ രേവതി ഇട്ട് ഓടിക്കണം. അവിടെ നിക്ക് ശ്രുതി, എന്റെ ഇന്ന് അടിമേടിക്കും. അമ്മ മിണ്ടണ്ടാന്ന് പറഞ്ഞ നീ എന്നോട് മിണ്ടത്തില്ലല്ലേ? അവിടെ നിക്കടാന്ന് പറഞ്ഞ് വടിയും പത്തലും എടുത്തിട്ട് ഓടിക്കുകയാണ്. ഒടുവില് സച്ചിക്കിട്ട് 2 എണ്ണം കൊടുക്കുകയും ചെയ്തു. പിന്നീട് അവര് വന്നിരുന്ന് ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട് എന്റെ ആക്ടിങ് എന്ന് ചോദിച്ചു രേവതിയുടെ പറച്ചിൽ കേട്ടുകഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ടു. ശ്രുതിയായിട്ട് നീ നന്നായിട്ട് അഭിനയിച്ചു. അതുപോലെ തന്നെ ശ്രുതിയായിട്ട് ഞാനും. ശരിക്കും പറഞ്ഞോണ്ടല്ലോ, അമ്മ അവരോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയെ പിടിച്ച് 4 എണ്ണം കൊടുക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? ഇപ്പൊ നീ എന്നെ ഇട്ട് ഓടിച്ചില്ലേ? അപ്പൊ അതുപോലെ തന്നെ ശ്രുതി ഓടിച്ചിട്ട് അടിക്കണമായിരുന്നു. അങ്ങനെയാണ് അവൻ പണ്ടേ നന്നായി പോയെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, അതെ, കാര്യമൊക്കെ കാര്യം തന്നെ, പക്ഷെ ആർക്കും അങ്ങനെ ചെയ്യാൻ തോന്നില്ല. അല്ല, നീ ആണെങ്കിൽ അങ്ങനെ ചെയ്യുമോന്ന് ചോദിച്ചു. ഞാനോ? ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല സച്ചേട്ടാ. അമ്മ സച്ചേട്ടനോട് മിണ്ടണമെന്ന് പറഞ്ഞാലും സച്ചേട്ടൻ എന്നോട് മിണ്ടൂ എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പുണ്ട്. എനിക്ക് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയില്ല എന്ന് പറഞ്ഞു.
പിന്നീട് രേവതി പറഞ്ഞു, എനിക്ക് സച്ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത്? അല്ല, അച്ഛന്റെ പണം കൊണ്ടല്ലേ സുധിയ ഷോപ്പ് വാങ്ങിയത്. അപ്പൊ അതിന് ശരിക്കും അർഹതയുള്ള അച്ഛനല്ലേ? പാവം, എത്രയോ വർഷക്കാലം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് അധ്വാനിച്ചതിന്റെ അധ്വാന ബലമായിരുന്നു ഒരു നിമിഷം കൊണ്ട് സുധി തട്ടിയെടുത്തോണ്ട് പോയത്. സച്ചി പറഞ്ഞു, രേവതി, അതേ കാലമൊന്നും ആർക്കും കള്ളത്തരം പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റില്ല. സത്യങ്ങൾ എപ്പോഴാണല്ലോ മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യും. അതുകൊണ്ടല്ലേ നീലിമയുടെ രൂപത്തിൽ എന്റെ മുന്നിലേക്ക് ആ സത്യങ്ങളൊക്കെ വന്നത്. അല്ലായിരുന്നെങ്കിലോ, നീലിമയെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ശ്രുതിയൊക്കെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നോ? അച്ഛന്റെ പണത്തിന് വിലയുണ്ട്. അച്ഛന് സത്യസന്ധമായ പണമാണ്. അതുകൊണ്ടാണ് കാലം കഴിഞ്ഞാലും സത്യങ്ങളൊക്കെ പുറത്തു വന്നത്. അച്ഛൻ അർഹതപ്പെട്ടത് അച്ഛന്റെ കൈകളിലേക്ക് തന്നെ വരണം. രേവതി പറഞ്ഞു, അത് ശരിയാ. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. സച്ചി പറഞ്ഞു, അതെ, ഇനിയിപ്പൊ അച്ഛൻ ആ മാനേജർ കസാലിയും കൂടി ഇരിക്കുന്ന കാണണം. അങ്ങനെ കണ്ട എനിക്ക് സമാധാനം ആവുമെന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു, വാ ആന്റി, ഇരിക്കാനൊക്കെ പറയണം. അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, അറിയാലോ കാര്യങ്ങളൊക്കെ. രവിയേട്ടൻ ഇന്ന് ഷോപ്പിലേക്ക് വരും. രവിയേട്ടനായിരിക്കും ഇനിയിപ്പോ മാനേജർ ആവാൻ പോകുന്നേ. രവിയേട്ടനോട് മാനേജർ ആവാനായിട്ട് സച്ചി പറഞ്ഞിരിക്കുന്നേ. അല്ല, കടം നിങ്ങൾ വാങ്ങിയാലും രവിയേട്ടന്റെ പണം കൊണ്ടല്ലേ വാങ്ങിയത്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അമ്മേ അങ്ങനെ പറയരുത്. എനിക്ക് വേറെ എന്ത് ജോലി അറിയാവുന്നേ. ഇപ്പൊ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പൊ അച്ഛൻ ആ കസേര വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? ഞാനല്ലേ ആ ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നേ. എടാ ആയിക്കോട്ടെ, കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല. പക്ഷെ ആ സച്ചി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, നിനക്കറിയാലോ. അല്ലമ്മ, അമ്മ എന്തേലും ചെയ്യുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനായിട്ടാ? എനിക്കൊന്നും പറയാൻ പറ്റില്ല. അച്ഛന്റെ സ്വത്തുക്കളിൽ മക്കൾക്ക് എല്ലാവർക്കും ഒരേപോലെ അവകാശമാ. എന്റെ സ്വത്തൊന്നും അല്ല, നിന്റെ അച്ഛന്റെ പണം അത്. അതെന്ത് ചെയ്യണം നിന്റെ അച്ഛനാ തീരുമാനിക്കണ്ടേ. എല്ലാവർക്കും ഒരേപോലെ കൊടുക്കേണ്ടതാ. അതിനകത്ത് ഇപ്പൊ സച്ചി ശ്രീകാന്തും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കില് നീയൊക്കെ ചെയ്ത കൊള്ളരുതായ്മ കാണണല്ലേ ഇങ്ങനെ. ഒരു വാക്കെങ്കിലും എന്നോട് പറയാൻ വരായിരുന്നോ ആ പണം കിട്ടിക്കഴിഞ്ഞപ്പോ? അങ്ങനെയാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? ഇല്ല, ഞാനത് എങ്ങനെയെങ്കിലും നയത്തി കൈകാര്യം ചെയ്താലും. പക്ഷേ രണ്ടുപേരും കൂടെ കള്ളത്തരം കാണിച്ചു. അപ്പൊ അതിനുള്ള ശിക്ഷയാന്ന് കൂട്ടിയാൽ മതി. ഒരു കാര്യം ചെയ്യാം, ഷോപ്പ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകത്തില്ല, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതിയും കൂടെ ആകാംക്ഷപൂർവ്വം ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. ശ്രുതി ചോദിച്ചു, എന്താമ്മേ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ശ്രുതി, നീ ഒരു കാര്യം ചെയ്യ, നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് ഒരു 50 ലക്ഷം രൂപ മേടിച്ച് രവിയേണ്ണ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഷോപ്പ് സ്വന്തമായിട്ട് നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. ആന്റി എന്താ പറയണേ? 50 ലക്ഷം രൂപയോ? അതെ, 50 ലക്ഷം രൂപ. നിന്റെ അച്ഛൻ കോടീശ്വരനല്ലേ മലേഷ്യയില്. പിന്നെ 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛന് നിസ്സാരമില്ലേന്ന് ചോദിച്ചു. അല്ല ആന്റി, അത് പിന്നെ എന്റെ അച്ഛന് എന്താ? നിന്റെ അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛൻ ജയിലിലല്ലേ, അപ്പൊ പണം എങ്ങനെയാ? അച്ഛൻ ജയിലില്ലാന്ന് വെച്ചോണ്ട് നിന്റെ അച്ഛന്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്വത്തുവകകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ നിനക്ക് എന്താ പണത്തിന് എന്താ ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ നിന്റെ ഇളയച്ചനുണ്ടല്ലോ, ഇളയച്ചനോട് ചോദിച്ചാൽ പണം കിട്ടത്തില്ലേ? അച്ഛൻ ജയിലിൽ നിന്ന് വന്നു കഴിയുമ്പോ ഇളയച്ചന് കൊടുത്തോളും. ആ പണം എത്രയും പെട്ടെന്ന് ഉണ്ടായി കൊടുക്കാൻ നോക്ക്. അല്ലെങ്കിൽ പിന്നെ നിനക്ക് ആ ഷോപ്പിൽ ഇരിക്കാൻ പറ്റില്ല. സച്ചി ശ്രീകാന്ത് ഒന്നും അതിന് സമ്മതിക്കത്തുമില്ല. ഇത് നല്ല ഒരു അവസരമായിട്ടാ തോന്നേ. പണം കൊടുത്ത് നിങ്ങളെ ഷോപ്പും കൂടെ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇറങ്ങിപ്പോയി. ഇടിവെട്ടേറ്റ പോലെ ശ്രുതിയും കൂടെ നിൽക്കുക. എന്ത് ചെയ്യാൻ പറ്റും? ശ്രുതിക്ക് എന്തേലും പറയാൻ പറ്റുമോ? താൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ അമ്മായിമ്മ തന്നെ ഇവിടുന്ന് അടിച്ചിറക്കും. തന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നാൽ പിന്നെ ശ്രുതിയോടൊപ്പം തനിക്കൊരു ജീവിതം പോലും ഉണ്ടാകത്തില്ല. ആ ഒരു വിഷമത്തിലായിരുന്നു ശ്രുതി. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. പിന്നീട് ശ്രുതിയും പതിവ് പോലെ തന്നെ ഷോപ്പിലേക്ക് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി രേവതിയുടെ അടുത്ത് വന്നിട്ട്, നീ ഇവിടെ നിൽക്കണോ? നീ റെഡിയാവുന്നില്ലെന്ന് ചോദിച്ചു. എന്താ സച്ചേട്ടാ? അല്ല, നമുക്ക് ഷോപ്പിലേക്ക് പോകണ്ടേന്ന് ചോദിച്ചു. അപ്പോഴാണ് രവീന്ദ്രനും ചന്ദ്രനും കൂടെ വരുന്നത്. രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ നോക്കി നിൽക്കില്ല, പെട്ടെന്ന് റെഡിയാവ്. എന്തിനാ? ഷോപ്പിലേക്ക് പോകണ്ടേ? ഇനി മുതൽ അച്ഛൻ്റെ അല്ലേ ഷോപ്പ്. അപ്പൊ അച്ഛൻ വേണ്ടേ അവിടെ പോയിരുന്ന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്? എടാ മോനെ, അത് വേണോന്ന് ചോദിച്ചു. അത് വേണം. ചന്ദ്രമതി പറഞ്ഞു, അവനല്ലേ ഷോപ്പ് കൊണ്ടു നടക്കണേ, അവനത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. നല്ല കഥയായി. അവനതൊന്നും മാനേജ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ലമ്മേ. അവന്റെ സ്വഭാവം അറിയാലോ. അവൻ ആ ഷോപ്പ് നശിപ്പിച്ച് കളയത്തുള്ളൂ. അച്ഛന്റെ പണം കൊണ്ട് വാങ്ങിയ ഷോപ്പാ. ഒരു കാരണവശാലും അത് നശിക്കാൻ പാടില്ല. അങ്ങനെ നശിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം വെറുതെ പോകും. അച്ഛന്റെ അധ്വാനത്തിന്റെ ബലം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടമാവും പറഞ്ഞു. അവന്റെ കയ്യിൽ ആ ഷോപ്പ് ഇരിക്കുകയാണെങ്കിൽ കുരങ്ങന്റെ കൈ പൂമാല കിട്ടിയൊരവസ്ഥയായിരിക്കും. ഇത്തിരി നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഷോപ്പ് തകർന്ന് തരിപ്പണമായിപ്പോ. അതിനുള്ള ചാൻസുകൾ കൂടുതലാ. അതുകൊണ്ട് അച്ഛൻ തന്നെ ആ കസേര പോയി ഇരുന്നാൽ മതി. പെട്ടെന്ന് റെഡി ആയിട്ട് വരാനൊക്കെ പറഞ്ഞു. പിന്നീട് സച്ചി മഹേഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാൻ, ഷോപ്പിലെ സുധിയുടെ ഷോപ്പിലേക്ക് വരണമെന്ന് പറഞ്ഞു. എന്താടാ കാര്യം? വരുമ്പോ നീയേ 2 മാലയും കൂടെ വാങ്ങിച്ചോണ്ട് പോരെ. മാലയോ?
എന്താ അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? അതൊക്കെ ഞാൻ പറയാം, നീ അങ്ങോട്ടേക്ക് വന്നാൽ മതി. പിന്നെ എല്ലാവർക്കും ഉള്ള ഫുഡും കൂടെ ഓർഡർ ചെയ്തേക്കാൻ പറഞ്ഞു. ഫുഡോ? അതെ, അതും കൂടെ ഓർഡർ ചെയ്താൻ പറഞ്ഞു. പിന്നീട് രേവതിയോട് പറഞ്ഞു, നീ പോയി പെട്ടെന്ന് റെഡിയാകാൻ പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയുടെ അടുത്തേക്ക് ഷോപ്പിൽ ശ്രുതി വന്നിട്ട് പറഞ്ഞു, അതെ, ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുറച്ച് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, ആ പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, അതെ, ആ പണം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം. ആ സബ് ഡീലേഴ്സിന് കൊടുക്കാനുള്ള പണം ഉണ്ടാക്കിയില്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവും. സബ് ഡീലേഴ്സിൻ്റെ നിന്ന് കുറെ പണം വാങ്ങിയിട്ടുണ്ടല്ലോ, ആ പണം വെച്ചിട്ടാണ് വീടിന് അഡ്വാൻസും കാര്യങ്ങളൊക്കെ കൊടുത്തത്. ആ തുക 30 ലക്ഷമാണ് പോയത്. എത്രയും പെട്ടെന്ന് ആ തുക ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. നല്ല രീതിയിൽ കസ്റ്റമർ കയറിയാൽ മാത്രമേ ആ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോഴാണ് ശ്രീകാന്ത് വർഷയും കൂടെ അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രുതി ചോദിച്ചു, എന്താ വർഷേ, എന്തെങ്കിലും സാധനം മേടിക്കാൻ വന്നാണോ? പതിവില്ലാതെ എന്താന്ന് ചോദിച്ചു. ശ്രീകാന്ത് പറഞ്ഞു, സാധനം മേടിക്കാൻ പോകുന്നൊന്നും അല്ല ശ്രുതി അടുത്തി, സച്ചേട്ടൻ വിളിച്ചിട്ട് ഞങ്ങളോട് ഷോപ്പിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാന്നും അറിയത്തില്ല, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു, ഞങ്ങൾ വന്നെന്ന് പറഞ്ഞു. ശ്രുതി ഒന്ന് ഞെട്ടിപ്പോയി. അപകടം മടുത്തു. ഇനിയിപ്പം അച്ഛനെ കൊണ്ട് വന്നിട്ട് എം ഡി കസാലിൽ അച്ഛനെ ഇരുത്താനാണോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥയ്ക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.